എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പ. ഞാൻ കുട്ടികളുടെ നഴ്സാണ്. വർക്ക് ചെയ്യുന്നത് UK-ലാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്. ഞങ്ങൾക്ക് 2 ഡോട്ടേഴ്സാണുള്ളത്. 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 2.5 വയസ്സായി, ഒരാൾ ജസ്റ്റ് ബോൺ 1 മന്ത് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോട്ടിൽ ഫിൽ ഹിസ് സ്റ്റൊമക്ക് ബട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഫിൽ ഹിസ് സോൾ എന്നൊരു ഫേമസ് കോട്ടുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി. അതായത് ബോട്ടിൽ ബേബീൻ്റെ വയറ് നിറയ്ക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ബേബീൻ്റെ ആത്മാവിനെയാണ് നിറയ്ക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സെലക്ട് ചെയ്തതെന്ന് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ബെനിഫിറ്റ്സ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് എന്തൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് മനസ്സിലായെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക, സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പീഡിയാട്രിക് ICUലായിരുന്നു. ഓൾമോസ്റ്റ് 2.5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പീഡിയാട്രിക് ICUവിൽ. ഞാൻ പീഡിയാട്രിക് ICUവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ ICU ആയതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ കേസസ് വരും. വെൻറ്റിലേറ്ററിലൊക്കെ ബേബീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസിൽ വരുന്ന കേസസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂ ആയിരുന്നു. നമ്മുടെ ശ്വാസകോശത്തിന് പ്രോബ്ലം, അല്ലെങ്കിൽ ആസ്മ, ഇൻഫെക്ഷൻ, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ച കാര്യമാണ്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത കുട്ടികളാരും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നില്ല. ബ്രസ്റ്റ് ഫീഡിങ് അല്ല, ഫോർമുല കൊടുത്ത ബേബീസാണ് കൂടുതലും അതിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ സീനിയർ നഴ്സസിൻ്റെ അടുത്തുനിന്നൊക്കെ എനിക്ക് മനസ്സിലായി ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ബ്രസ്റ്റ് ഫീഡിങ് നമുക്കൊരു പരിധി വരെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതൊരു സീരിയസ് ആയി മാറാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടോ. പിന്നെ പറയാനുള്ളത്, രണ്ടാമതായിട്ട് ഞാൻ വർക്ക് ചെയ്തത് കുവൈറ്റിൽ മിനിസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തത്. അത് നിയോനേറ്റൽ ICUലായിരുന്നു. അവിടെ ആ കുവൈറ്റ് ഗവൺമെൻറ് ഞങ്ങളെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കോഴ്സ് പഠിപ്പിക്കുകയും ഒരു ഓൾമോസ്റ്റ് 1 വീക്കുള്ള ഒരു സർട്ടിഫൈഡ് ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ എയിം എന്ന് പറയുന്നത് തന്നെ ആ രാജ്യത്തിലെ എല്ലാവർക്കും ബ്രസ്റ്റ് ഫീഡിങ്, എല്ലാ കുട്ടികൾക്കും, അവരുടെ രാജ്യത്ത് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക, അങ്ങനെ ഇൻ്റലിജൻ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബേബീസിനെ തലമുറേനെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അവരുടെ എയിം. അങ്ങനെ ഞങ്ങളെ അത് കൂടുതൽ പഠിപ്പിക്കുകയും ഞങ്ങളെ ബേബീസിന് ഓരോ മദേഴ്സും എത്രത്തോളം മിൽക്ക് തരുന്നുണ്ടെന്ന് എഴുതി വെക്കുകയും, അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് റൂളായിരുന്നു അവിടെ. കമ്പൽസറി ആയിട്ട് അവരെ കൂടുതലും നിർബന്ധിക്കുകയും, അവിടെ ഫോർമുല മിൽക്ക് അവൈലബിൾ ആണ്, എന്നാലും നമ്മൾ അവരെ നിർബന്ധിക്കുമായിരുന്നു. മീൻസ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത്. അവർ മെയിൻലി ഫോക്കസ് ചെയ്ത് ഇൻ്റലിജൻസ് ആയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇൻ്റലിജൻസ്, ബ്രസ്റ്റ് ഫീഡിങ് ഇൻ്റലിജൻസ്, ഇത് രണ്ടും നമ്മൾ കണക്റ്റഡാണ്. അതിനുശേഷം ഇപ്പം ഞാൻ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത് UK-ലാണ്. UK നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ഒരു ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ബ്രസ്റ്റ് ഫീഡിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് അറിയാം. അപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ബേബി ആണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കും, ആർ യു ഇൻട്രസ്റ്റഡ് ടു ബ്രസ്റ്റ് ഫീഡ്? അപ്പോൾ അവർ യെസ് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ. അല്ല അവർ നോ ആണ് പറയുന്നതെങ്കിൽ അവരോട് ചോദിക്കും വിച്ച് ഫോർമുല യു വോണ്ട് എന്ന് ചോദിക്കും. അതായത് നമുക്കവിടെ ഒരു 3-4-5 ഫോർമുല മിൽക്ക് അവൈലബിൾ ആണ്. അവർ പറയുന്ന ഫോർമുല മിൽക്ക് നമ്മൾ അവർക്ക് കൊടുക്കും. എന്നാൽ പ്രിമച്വർ ബേബീസ് ആണെങ്കിൽ ഞങ്ങളവരെ കൗൺസിൽ ചെയ്യും, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 23 മുതൽ 24 വീക്ക് മുതലുള്ള ബേബീസിനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, പ്രിമച്വർ ആയിട്ടുള്ള. അപ്പോൾ അവർക്കറിയാം, അത് നമുക്കറിയാം അത് എത്രത്തോളം ക്രിട്ടിക്കലി സീരിയസ് ആയിട്ടുള്ള ബേബീസാണ്. ചിലപ്പോൾ 450 ഗ്രാം 500 ഗ്രാം ബേബീസൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഒരിക്കലും ഫോർമുല മിൽക്ക് കൊടുക്കത്തില്ല, കാരണം അതൊരിക്കലും ബേബീസിൻ്റെ വളർച്ചയ്ക്കും ഡൈജഷനും ഒന്നും അത് പ്രോപ്പറായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൗൺസിൽ ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് മേടിക്കും. ഇല്ല, ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ അവരുടെ കൺസെൻ്റ് എടുത്തിട്ട് നമ്മൾ ഡോണർ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും. അങ്ങനെയാണ് അവിടുത്തെ നിയമം കേട്ടോ. അപ്പം അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. അവിടെ ഇപ്പം മദേഴ്സ് തരുന്നത് ഒരു ഡ്രോപ്പ് ആണെങ്കിൽ ആ ഒരു ഡ്രോപ്പ് നമ്മൾ ബേബീസിൻ്റെ മൗത്തിൽ ജസ്റ്റ് മൗത്ത് കെയർ എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് പോലും ബേബീസിന് നല്ലൊരു ഗട്ട് ഡെവലപ്മെൻറ്റിനും, അതായത് നല്ലൊരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും, ഇൻഫെക്ഷൻസ്, എല്ലാവിധ ഇൻഫെക്ഷൻസും, കുറേ ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും മൗത്ത് കെയർ ബ്രസ്റ്റ് മിൽക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ.
അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിമച്വർ ബേബീസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനുശേഷം മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ വഴി നമ്മൾ അറിഞ്ഞു ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോളിക് പെയിൻ വരും. ഓൾമോസ്റ്റ് 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ വരെ നമ്മൾ ഇതിങ്ങനെ എന്നാ പറയുക ഈ ഇഷ്യൂവിൽ നമ്മൾ അവരെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതൊരു ഭയങ്കര അമ്മമാർക്കൊന്നും ഒരു പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോകുമെന്ന്. അപ്പം ഈ ഒരു റീസൺസൊക്കെയാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തതും. 6 മന്ത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബേബിക്ക് കൊടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ ബേബി അതാണ് എൻ്റെ എയിം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നോ നിങ്ങൾക്കൊക്കെ അറിയാം. ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞോ. ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ന്യൂട്രീഷനാണെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ ചില സ്റ്റഡീസൊക്കെ ചില റിസർച്ച് സ്റ്റഡീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത കുട്ടികളിൽ IQ സ്കോർ താരതമ്യേന കുറച്ച് കൂടുതലാണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ നന്നായിട്ട് നല്ലൊരു പരിധിവരെ ക്രിട്ടിക്കൽ കേസസ് ഒന്നും ആവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഫ്രം അതർ ഡിസീസ് വേറെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് ഡിസീസസ് ഫ്യൂച്ചറിൽ മീൻസ് വലുതാകുമ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസസും അതുപോലെ ഡയബറ്റിസും ഒബേസിറ്റിയും അതൊക്കെ ബേബീസിൽ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് അമ്മമാർക്കും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ നല്ലൊരു പോസ്റ്റ്പാർട്ടം റിക്കവറി നമുക്ക് കിട്ടും. 2 വെയിറ്റ് ലോസ് ഉണ്ടാകും അമ്മമാർക്ക്. അതുപോലെ തന്നെ റിഡ്യൂസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ആൻഡ് ഓവേറിയൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും റിസ്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.